ഇറാൻ നടത്തുന്ന ഈ നീക്കം മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ വലിയൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. ഇന്ന് US ഇന്ന് വൈകിട്ട് ഖത്തറിലുള്ള അമേരിക്കൻസിലൂടെ പുറത്തിറങ്ങുന്നതൊക്കെയുള്ള നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ അകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ലിനറ്റ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. കോഴിക്കോട് എന്ന ലിനറ്റ്, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഖത്തർ വ്യോമപാത അടച്ചതിനെ തുടർന്നാണ് ഗൾഫ് വിമാന സർവീസുകളൊക്കെ തന്നെ റദ്ദാക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഒത്തിരിയേറെ ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ ഒരുവിധം എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ദമാമിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് എത്തുകയും അതിനുശേഷം തിരിച്ചിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് ഒത്തിരി ആളുകളാണ്, ഒത്തിരി യാത്രക്കാരാണ് എയർപോർട്ടിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയത് വിവരം അറിഞ്ഞതിനെ തുടർന്ന് പലരും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഫോറിൻ എയർലൈൻസും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അഞ്ജലി, ഈ എയർപോർട്ട് അധികൃതർ നൽകുന്ന വിവരം എന്താണ്? കാരണം ഒരുപാട് ആളുകൾ അവിടെയുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ പല ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ്. അവർക്കൊരു സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുക്കണ്ടേ? തീർച്ചയായും അഞ്ജലി, ഇത്തരത്തിൽ ഈ ഒരു ഖത്തറിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എയർപോർട്ടിൽ അടക്കം ഉണ്ടാകുന്നത്. യാത്രക്കാരൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പലർക്കും വിദേശ യാത്രകൾ ചെയ്യേണ്ടതും ജോലിയുടെ ആവശ്യത്തിനൊക്കെ ആയി തന്നെ പോകേണ്ട സാഹചര്യത്തിലാണ് പലരും ഫ്ലൈറ്റുകളെ ആശ്രയിക്കുന്നതും അവിടേക്ക് എത്തുന്നതും. ഇതേ തുടർന്ന് പലരും, പ്രത്യേകിച്ച് ഈ കണ്ണൂരിന് ശേഷമുള്ള വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് സ്വതവേ കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായി, വയനാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് കോഴിക്കോടേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന വിവരം പലരും അറിയുന്നത്. അതുകൊണ്ട് തന്നെ പലരും നേരത്തെ ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ നേരത്തെ അവിടെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പലരും 3-4 മണിക്കൂർ മുമ്പേ, ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2-3 മണിക്കൂറുകൾ മുമ്പേ വിമാനത്താവളത്തിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണക്കാക്കി നേരത്തെയാണ് പല യാത്രക്കാരും ഈ സ്ഥലത്തേക്ക് എത്തിയത്. അതേ തുടർന്ന് ഇപ്പോൾ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് പലരും ഇവിടെ അകപ്പെട്ട സാഹചര്യമാണുള്ളത്. പലർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലരും തിരിച്ചുപോയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. പലരും അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ തന്നെ, കൂട്ടുകാരും ഒക്കെ തന്നെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഉള്ളത്. കാരണം പലരും ഈ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ തന്നെ ഇവരെ എയർപോർട്ടിൽ ഇറക്കി തിരിച്ചുപോയി വീടുകളിലേക്ക് മടങ്ങിയ ഒരു സാഹചര്യമാണ്. അതേ തുടർന്നാണ് പിന്നെ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആയ വിവരം ഇവർ അറിയുന്നതും അതിനുശേഷം തിരിച്ചു പോകാനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ കിടക്കുന്നത്. നിലവിൽ ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ദമാമിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അത് തിരിച്ചിറങ്ങിയിട്ടാണ് യാത്രക്കാരൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അഞ്ജലി, അതെ, ലിനറ്റ് പറയുന്നത് പോലെ ഇപ്പോൾ ഈ വ്യോമാതിർത്തികളൊക്കെ അടയ്ക്കുമ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമൊക്കെയുള്ള ആളുകൾ വളരെ ആശങ്കയിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം പഠിക്കാനായാലും ജോലിക്കായാലും നിരവധി ആളുകൾ, പ്രവാസി മലയാളികളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സുരക്ഷിതരായിരിക്കുക, കഴിവതും അങ്ങോട്ട് പോകാതിരിക്കാതിരിക്കാൻ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ലിനറ്റാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.